സോ നമ്മൾ മൾട്ടി ത്രെഡിങ് ഇഷ്യൂസ് പറഞ്ഞു, എന്തൊക്കെയാണ് റിമോട്ട് ലോഡും സിങ്ക്രണൈസിങ് ലോഡും പറഞ്ഞു അല്ലേ. ഇനി സൊല്യൂഷൻസ് ആണ്. ഓക്കെ, മെയിനായിട്ട് 2 സൊല്യൂഷൻസ് ആണ് നമ്മുടെ മൾട്ടി ത്രെഡിങ് ഇഷ്യൂസിലുള്ള പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാനുള്ള 2 സൊല്യൂഷൻസ്. ഒന്നെന്ന് പറഞ്ഞത് മൾട്ടിപ്ലക്സ് ചെയ്യുക, ത്രെഡുകൾ മൾട്ടിപ്ലക്സ് ചെയ്യുക, അതായത് മൾട്ടി ത്രെഡിങ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൾട്ടിപ്ലക്സ് മൾട്ടിപ്പിൾ ത്രെഡ്സ്. സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാഷ് യൂസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് മൾട്ടിപ്ലക്സ് മൾട്ടിപ്പിൾ ത്രെഡ്സ്. മൾട്ടിപ്ലക്സ് മൾട്ടിപ്പിൾ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഒരു ത്രെഡ് T1 എന്ന് പറഞ്ഞൊരു ത്രെഡ് ഉണ്ട്, T2 എന്ന് പറഞ്ഞൊരു ത്രെഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ T1 എന്ന് പറഞ്ഞ ത്രെഡ് റിമോട്ട് ലോഡ് പെർഫോം ചെയ്യാൻ പോവുകയാണ്, ഇത് റിമോട്ട് ലോഡ് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, T1 പറഞ്ഞ ത്രെഡ് റിമോട്ട് ലോഡിന് ഇഷ്യൂ ചെയ്യാണ്. സോ പ്രോസസ്സർ എന്ത് ചെയ്യുകയാണ്? ഈ റിമോട്ട് ലോഡിനെ ഇഷ്യൂ ചെയ്യുന്ന ത്രെഡിനെ ഇൻവോക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതേ സമയത്ത് വേറൊരു ത്രെഡിനെ എന്ത് ചെയ്യും? പ്രോസസ്സറിന് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്രോസസ്സർ എന്ത് ചെയ്യാണ്? ഒരു ത്രെഡിൽ നിന്നും മറ്റൊരു ത്രെഡിലേക്ക് എന്ത് ചെയ്യാണ്? സ്വിച്ച് ചെയ്യാണ്. ഓക്കെ, സപ്പോസ് ആഫ്റ്റർ ഇഷ്യൂയിങ് ഓവർലോഡ് ഓപ്പറേഷൻ ഫ്രം ത്രെഡ് 1, പ്രോസസ്സർ ക്യാൻ സ്വിച്ച് ടു അനദർ ത്രെഡ് ദാറ്റ് ഇഷ്യൂസ് ഓവർലോഡ് ഓപ്പറേഷൻ. ഓക്കെ, ഒരു ത്രെഡ് ഓവർലോഡ് ഓപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിന് മറ്റൊരു ത്രെഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് സ്വിച്ചിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ റെസ്പോൺസ് ഒരേ ഓർഡറിലാവണമെന്നില്ല. അപ്പോൾ ആദ്യം T1 ഇഷ്യൂ ചെയ്തു, നെക്സ്റ്റ് അപ്പം തന്നെ കോണ്ടെക്സ്റ്റ് എവിടേക്ക് മൂവ് ചെയ്തു? സ്വിച്ച് ചെയ്തു, T2 മൂവ് ചെയ്തു, ദെൻ T3 അങ്ങനെ. പക്ഷേ കിട്ടുന്ന റിസൾട്ടും T1, T2, T3 അതേ ഓർഡറിൽ, അതായത് ഇതിൽ ചെയ്യുന്ന ആർലോഡ്, ഇതിൽ ചെയ്യുന്ന ആർലോഡ്, ഇതിൽ ചെയ്യുന്ന ആർലോഡ്, റിമോട്ട് ലോഡ്. ഓക്കെ, അപ്പോൾ അതേ ഓർഡറിൽ തന്നെ നമുക്ക് റെസ്പോൺസും കിട്ടണമെന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്പോൺസ് ഓക്കെ, അപ്പോൾ അതേ ഇതിൽ തന്നെ ഇതേ ഓർഡറിൽ തന്നെ റെസ്പോൺസ് വരില്ല. ചിലപ്പോൾ വരില്ല, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. ഓക്കെ, അങ്ങനെ അതേ ഓർഡറിൽ റെസ്പോൺസ് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ഏതിലാണോ എക്സിക്യൂട്ട് ചെയ്തത് അതേ ഓർഡറിൽ റിസൾട്ട് വരാതിരിക്കുമ്പോൾ, അങ്ങനെ റിസൾട്ട് വരാതിരിക്കാനുള്ള കാരണം ചിലപ്പോൾ മെസ്സേജിൻ്റെ ഡിസ്റ്റൻസ് കാരണമാവാം, അല്ലെങ്കിൽ കഞ്ചഷൻ, നെറ്റ്വർക്കിലുള്ള കഞ്ചഷൻ കാരണമൊക്കെ അതേ ഓർഡറിൽ നമുക്ക് റിസൾട്ടും കിട്ടണമെന്നില്ല. സോ അങ്ങനെ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആർലോഡ് ഓപ്പറേഷൻ്റെയും അതുപോലെ റെസ്പോൺസിൻ്റെയും കൂടെ, ഓരോ ആർലോഡ് ഓപ്പറേഷൻ്റെയും റെസ്പോൺസിൻ്റെയും കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യും? ഒരു ഐഡൻറ്റിഫയറും കൂടി ആഡ് ചെയ്യും. സോ റെസ്പോൺസ് വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ത്രെഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ID വെച്ചുകൊണ്ട് നമുക്ക് ഏതിൻ്റെയാണോ റെസ്പോൺസ് വരുന്നത്, ഏത് ത്രെഡിൻ്റെയാണോ റെസ്പോൺസ് വരുന്നത്, ആ ത്രെഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ ഓർഡറിലുള്ള ഈ പ്രശ്നം അതേ ഓർഡറിൽ തന്നെ റെസ്പോൺസ് വരാതിരിക്കുമ്പോഴുള്ള പ്രശ്നത്തിനെ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട്, എലിമിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആർലോഡിൻ്റെയും റെസ്പോൺസിൻ്റെയും ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഐഡൻറ്റിഫയറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ആ ഐഡൻറ്റിഫയറിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂഷൻസ് എന്ന് പറയും. ഓക്കെ, സോ ഈ കണ്ടിന്യൂഷൻസ് എന്ന് പറഞ്ഞ ഐഡൻറ്റിഫയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഉറപ്പ് വരുത്തണം മെസ്സേജസിൻ്റെ ഒപ്പം എന്തും കൂടി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഈ കണ്ടിന്യൂഷൻസും കൂടി, അതായത് കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ വേരിയബിളും കൂടി ഉണ്ടാവണം. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സ് മൾട്ടിപ്പിൾ ത്രെഡ്സ്. അതായത് വെൻ വൺ ത്രെഡ് ഇഷ്യൂസ് എ റിമോട്ട് ലോഡ് റിക്വസ്റ്റ്, ദ പ്രോസസർ ബിഗിൻസ് ടു വർക്ക് ഓൺ അനദർ ത്രെഡ് ആൻഡ് സോ ഓൺ. ഒരു ത്രെഡ് റിമോട്ട് ലോഡ് റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രോസസറിന് മറ്റൊരു ത്രെഡിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ഉറപ്പ് വരുത്തണം? മെസ്സേജിൻ്റെ ഒപ്പം കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ ഐഡൻറ്റിഫയറും കൂടി ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അതായത് സപ്പോസ് ആഫ്റ്റർ ഇഷ്യൂയിങ് എ ആർലോഡ് ഓപ്പറേഷൻ ഫ്രം ത്രെഡ് 1, that is T1, processor just switch to another thread T2 which also issues a RLoad, that is remote load operation. Okay, the response may not return in same order due to the traveling distance of messages, congestion, etc. To avoid this problem, associate each RLoad and response with an identifier for appropriate thread so that it can be re-enabled on the arrival of the response. These identifiers are called continuations. ഓക്കെ, സോ ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്ലക്സ് ചെയ്യുക, ത്രെഡുകൾ മൾട്ടിപ്ലക്സ് ചെയ്യുക, ഒന്ന് ചെയ്യുന്ന സമയത്ത് മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാഷിങ്. ഇത് സിങ്ക്രണൈസിങ് ലോഡിൽ നമ്മൾ 2 ഇഷ്യൂ പറഞ്ഞു, ഒന്ന് സിങ്ക്രണൈസ് ലോഡും ഒന്ന് റിമോട്ട് ലോഡും. ഓക്കെ, ഇത് റിമോട്ട് ലോഡിൻ്റെ സൊല്യൂഷനാണ്, സിങ്ക്രണൈസിങ് ലോഡിൻ്റെ സൊല്യൂഷൻ അല്ല. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്യുന്നത്?
ഓരോ മെമ്മറിക്കും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ഓണർ നോഡ് ഉണ്ടായിരിക്കും. അതായത് N2 എന്ന് പറയുന്ന നോഡിന് A, N3ക്ക് B എന്ന് പറയും പോലെ. ഓക്കെ, നോക്കുക ഇവിടെ കുറേ ഇൻ്റർ കണക്ഷൻ നെറ്റ്വർക്കുകൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക, ഇതൊക്കെ നോഡുകളാണ്, ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഓരോ നോഡുകളാണ്. ഓക്കെ, ഈ നോഡിൽ ഓരോ നോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്യാഷും കൂടിയും അറ്റാച്ച് ചെയ്യും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോഡിനെ എൻലാർജ് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണ്. അതായത് ഇത് നോഡ് 1, ഇത് നോഡ് 2 ആണെങ്കിൽ അതിന് വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. സോ P പ്രോസസ്സർ, D എന്ന് പറയുന്നത് ഡയറക്ടറി, C എന്ന് പറയുന്നത് ക്യാഷ്, M എന്ന് പറയുന്നത് മെമ്മറി. ഓക്കെ, സോ ഡയറക്ടറിക്കകത്ത് എന്തൊക്കെ ഉണ്ടാവും, എന്താണ് ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ ഷെയർഡ് ആണോ, ഡാറ്റ ഷെയർഡ് ആണോ, ഡാറ്റ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ക്യാഷസ്, മെമ്മറി എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നോഡിനകത്ത് പ്രോസസ്സർ ഉണ്ടാവും, ദെൻ ഡയറക്ടറി ഉണ്ടാവും, ദെൻ ക്യാഷ് ഉണ്ടാവും, ദെൻ മെമ്മറി ഉണ്ടാവും. ഡയറക്ടറിക്ക് അകത്ത് ഇമ്പോർട്ട് ലിസ്റ്റ് ആണോ, എക്സ്പോർട്ട് ലിസ്റ്റ് ആണോ, ഷെയർഡ് ആണോ, ഡാറ്റ എക്സ്ക്ലൂസീവ് ആണോ ഡാറ്റ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാഷിങ്ങിന് ഒരു ഫിഗറായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ നോഡിലും നമ്മൾ ക്യാഷും കൂടിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിമോട്ട് ലോഡിൽ പ്രോബ്ലം ഒഴിവാക്കാം. കാരണം ക്യാഷിനകത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാഷിനകത്തുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ അത് ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. മെമ്മറി ആക്സസ് റേറ്റിനേക്കാൾ കൂടുതലാണ് ക്യാഷിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ. അതായത് ക്യാഷിനകത്തുള്ള ഡാറ്റ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാം റേദർ ദാൻ മെമ്മറി, ഡാറ്റ ഫ്രം ദി മെമ്മറി. ഓക്കെ, അത് നമ്മൾ മെമ്മറി ഹൈറാർക്കിയിൽ തന്നെ ഉണ്ട്, രജിസ്റ്റർ, ക്യാഷ്, മെയിൻ മെമ്മറി, അങ്ങനെ ഏറ്റവും ഫാസ്റ്റ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുമ്പോൾ, ദെൻ ക്യാഷിൽ സ്റ്റോർ ചെയ്യുമ്പോൾ, പിന്നെയുള്ളൂ മെയിൻ മെമ്മറിയിലും സെക്കൻഡ് മെമ്മറിയിലൊക്കെ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോ മൾട്ടിപ്ലക്സിങ് ചെയ്യുക. ഓക്കെ, മൾട്ടിപ്പിൾ ത്രെഡ്സ് മൾട്ടിപ്ലക്സ് ചെയ്യുക. അതേപോലെ തന്നെ രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാഷിങ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് പ്രോസസ്സേഴ്സാണ്. ഓക്കെ, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.